ഇടുക്കിയിൽ മാംസ വിൽപ്പനശാലകൾക്ക് പൂട്ടുവീഴുന്നു. ഇറച്ചി വിൽപ്പനശാലകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനാണ് തീരുമാനം. കശാപ്പ് ചെയ്യാനുള്ള ഒരുക്കൾക്ക് സമീപ നാളുകളിലുണ്ടായ വിലക്കയറ്റവും ലഭ്യതക്കുറവും കശാപ്പുശാല ഉടമകൾക്ക് ഭീമമായ നഷ്ടം വരുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. കട്ടപ്പന നഗരത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള അറബശാലകൾ പൂട്ടിയതിന് പിന്നാലെ തൊടുപുഴ നഗരസഭാ പരിധിയിലും തിങ്കളാഴ്ച മുതൽ മാംസ വിൽപ്പനശാലകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഇതോടുകൂടി മാംസ വിഭവങ്ങൾക്ക് കടുത്ത ക്ഷാമവും നേരിടുകയാണ്. കശാപ്പ് ചെയ്യുവാനുള്ള ഒരുക്കൾക്ക് സമീപ നാളുകളിൽ ഉണ്ടായ വിലക്കയറ്റവും ലഭ്യതക്കുറവും മൂലം കശാപ്പുശാല ഉടമകൾക്ക് ഭീമമായ നഷ്ടം വരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് മാംസ വിൽപ്പനശാലകൾ അടച്ചിടുവാൻ തീരുമാനിച്ചത്. കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലാണ് കശാപ്പുശാല ഉടമകൾ പ്രവർത്തിച്ചു വരുന്നത്. സംഘടനയുടെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ മാംസ വിൽപ്പനശാലകൾ പൂട്ടിയത്. ആന്ധ്രയിൽ നിന്നുമാണ് കശാപ്പിനുള്ള ഉരുക്കളെ കൂടുതലായും കേരളത്തിലേക്ക് എത്തിക്കുന്നത്. റോഡ് മാർഗം കൊണ്ടുവരുമ്പോൾ പലയിടങ്ങളിലും ലോറി ജീവനക്കാർ അടക്കം ആക്രമിക്കപ്പെടുന്നതും വാഹനങ്ങൾ തടയുന്നതും പതിവായതോടെ ഇടനിലക്കാർ ഇതിൽ നിന്നും പിന്മാറിയതും വൻ തിരിച്ചടിയായി മാറി. സംസ്ഥാനത്തേക്കുള്ള വരവ് കുറഞ്ഞതോടെ നേരത്തെ 45,000 രൂപയിൽ താഴെ ലഭിച്ചിരുന്ന ഉരുവിന് 80,000 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വിലയാകുന്നത്. ഇത് വ്യാപാരികൾക്ക് കടുത്ത നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കശാപ്പ് നിർത്തിവെക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഇടപെട്ട അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും യഥേഷ്ടം ഉരുക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അല്ലാത്തപക്ഷം പൂർണ്ണമായും സംസ്ഥാനത്തെ മാംസ വ്യാപാരം നിലയ്ക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും വ്യാപാരികളും പറയുന്നു. ബീഫ് ലഭിക്കാതായതോടുകൂടി ഇറച്ചിക്കോഴിക്കും പന്നി മാംസത്തിനും വില കൂടുന്ന സാഹചര്യമാണ് ഉള്ളത്. ക്ഷാമം നേരിട്ട് തുടങ്ങിയതോടെ ഹോട്ടലുകളിലെ പ്രധാന വിഭവമായ ബീഫ് ലഭിക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. കൂടാതെ സൽക്കാരങ്ങളിൽ നിന്നും ബീഫ് വിഭവങ്ങൾ ഇല്ലാതാകുന്ന സാഹചര്യവുമുണ്ട്. തൊടുപുഴ നഗരത്തിൽ മാത്രം 28 മാംസ വിൽപ്പനശാലകളാണ് ഉള്ളത്. ഇവരിൽ നിന്നും മാംസം വാങ്ങി വിൽക്കുന്ന 15 കോൾഡ് സ്റ്റോറേജുകൾ വേറെയുമുണ്ട്. ഒക്കെയും തിങ്കളാഴ്ച മുതൽ പൂട്ടി. ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥിതിയും മറിച്ചല്ല. ജില്ലയിലെ ഒട്ടുമിക്ക മാംസ വിൽപ്പനശാലകൾക്കും വരും ദിവസങ്ങളിൽ പൂട്ടുവീഴും. ഇതാകട്ടെ ഈ മേഖലയെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇരുളടയുന്നതിനും കാരണമാകും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.